الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد وإذا قيل له اتق الله أخذته العزة بالإثم فحسبه جهنم ولبئس المهاد. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, സൃഷ്ടിച്ചു പരിപാലിച്ചു വരുന്ന അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. സാന്ദർഭികമായ ഒരു വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് സൂറത്തുൽ ബഖറയിൽ 204 മുതൽ 206 വരെ ആയത്തുകൾ ഓതിക്കേൾപ്പിച്ചത്. ആയത്തുകളിലെ വിഷയം നേർക്കുനേരെ വായിക്കുമ്പോൾ ഹജ്ജ് കഴിഞ്ഞ് പിരിഞ്ഞു പോരുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഉപദേശങ്ങളാണ്. ആ ഉപദേശങ്ങളിൽ ചിലത് നമ്മൾക്ക് ഇന്നത്തെ ഒരു സാഹചര്യവുമായി ബന്ധപ്പെടുത്തി വായിക്കേണ്ട ചില പാഠങ്ങൾ അതിലുണ്ട് എന്നുള്ള നിലക്ക് തഫ്സീറുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകാവുന്ന ചില കാര്യങ്ങൾ കേൾപ്പിക്കുക എന്നുള്ള നിലക്കാണ് ഈ ഒരു ആയത്ത് ഇവിടെ കേൾപ്പിച്ചിട്ടുള്ളത്. വിഷയം നമ്മുടെ കൊച്ചു കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വലിയ ചൂടിലാണ്. കുറച്ചു മുൻപ് വളരെയേറെ ആവേശത്തോടു കൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. പുതിയ കാലത്ത് വോട്ടു ചെയ്യുക എന്നത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയകളുടെ ഭാഗമാവുക എന്നുള്ളതും നന്മയ്ക്ക് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതുമൊക്കെ വളരെ വലിയ അനിവാര്യമായ ഒരു കാര്യമാണ് എന്ന ഒരു തിരിച്ചറിവ് എന്തായാലും നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. കാരണം കാലം അത് തേടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിലവിലെ സാഹചര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. മിമ്പറിൽ നിന്നുകൊണ്ട് ഇന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാനല്ല, ഞാൻ ഒട്ടും വിചാരിക്കേണ്ട. അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി കൊണ്ട് പ്രവർത്തിക്കണമെന്ന് പറയാനുമല്ല, അത് ഖത്തീബിന്റെ ധർമ്മമല്ല എന്ന് അറിയാം. പക്ഷേ ഈ രംഗത്ത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില ധാർമ്മികതയുടെ പാഠങ്ങളുണ്ട്, അല്ലെങ്കിൽ സാഹചര്യത്തിന്റെ പാഠങ്ങളുണ്ട്. അത് മനസ്സിലാക്കാതെ പോയിക്കൂടാ എന്നുള്ള നിലക്കാണ്. കാരണം നീതിക്ക് വേണ്ടി നമ്മൾ നിലപാട് സ്വീകരിക്കണം, നന്മയ്ക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയം എന്നുള്ള നിലക്ക് മാത്രമൊന്നുമല്ല,
കക്ഷികളുടെ ഭാഗമാകാം. എന്നിട്ട് രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയാണ് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് നീതി വാങ്ങിക്കൊടുക്കുക, കഷ്ടപ്പെടുന്നവന്റെ വേദനകൾക്കൊപ്പം നിൽക്കുക, അതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. ആ നിലക്ക് ഒരു ഉന്നതമായ നന്മയ്ക്കു വേണ്ടി നമ്മളുടെ ഭാഗധേയം എന്ത് എന്നുള്ളത് നമ്മൾ നിർണയിക്കണം, തിരിച്ചറിയണം. അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ? നീതി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലമുറ, അല്ലെങ്കിൽ നീതി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം, അനീതി അരങ്ങ് വാഴുന്ന ഒരു വല്ലാത്ത ഒരു ചുറ്റുപാട്, അങ്ങനെ ഒരു ചുറ്റുപാടിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നീതിപൂർവകമായ ഒരു ഭരണാനുഭവം ജനങ്ങൾക്ക് കിട്ടണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം എന്താ? നമ്മളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തുൻ വസത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഖൈറു ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എന്താ കിട്ടണമെന്നറിയോ? നമ്മൾ വ്യക്തികൾ എന്നുള്ള നിലക്ക് നമ്മിലേക്ക് ചുരുങ്ങാൻ പാടില്ല എന്നുള്ള ഒരു വലിയ പാടതിലില്ലേ? കാരണം നിങ്ങളൊരു വ്യക്തി മാത്രമല്ല, ഉമ്മത്തുൻ ഉമ്മത്തുൻ എന്ന് അല്ലാഹു പറയുന്നു. നിങ്ങളൊരു സമുദായമാണ്, ഒരു സമൂഹമാണ്. അപ്പൊ ആ സമൂഹം എന്നുള്ള നിലക്ക് ഖൈറു ഉമ്മ എന്നൊരു പേരുണ്ട്. നമുക്ക് നന്മയുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു സമൂഹം എന്ന് നമ്മളെ കുറിച്ച് പറയുന്നു. അള്ളാഹു വിശേഷിപ്പിച്ച വിശേഷണമാണല്ലോ അത്. അല്ലെങ്കിൽ ഉമ്മത്തുൻ വസത്ത് എന്ന് പറയുന്നു. വസതീയത്ത്, ഏതൊരു കാര്യത്തിലും മധ്യമമായ നിലപാട് സമൂഹത്തിന്റെ മുൻപിൽ പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരു സമുദായം എന്ന് നമുക്ക് വിശേഷണമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദൗത്യം വലുതാണ്. അത് ആ ഒരു ദൗത്യം മിമ്പറിൽ നിന്നുണ്ടാവണം. അതാണ് ഇവിടെ കേൾപ്പിക്കുന്നത്. അല്ലാത്ത നിലക്ക് വോട്ട് ചെയ്യേണ്ടതിനെ കുറിച്ച് അല്ലെങ്കിൽ വോട്ട് ചെയ്യേണ്ടതിന്റെ കാർട്ടിക്കാണ് അത് പറയാനല്ല, മറിച്ച് ഇവിടെ ധർമ്മമുണ്ട് എന്നുള്ള ഒരു ഉണർത്തൽ അത് നമുക്കുണ്ടാവണം. വോട്ട് ഇന്ന പാർട്ടി, വോട്ട് ചെയ്യാനല്ല എന്ന് പറഞ്ഞാൽ വോട്ട് ഇന്ന പാർട്ടിക്ക് ചെയ്യണം എന്ന് പറയാനല്ല. അതല്ല ഈ മിമ്പർ നിർവഹിക്കുന്ന ദൗത്യം എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. എന്നിട്ട് പറയാനുള്ളത്, കാലം തേടുന്ന, കാലത്തിന്റെ സാഹചര്യം തേടുന്ന ചില അനിവാര്യതകളിൽ പ്രധാനപ്പെട്ട ഒന്ന്, നീതി നഷ്ടപ്പെട്ടു പോകുന്നിടത്ത് നീതിയുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ള ദൗത്യം നിർവഹിക്കണം. നീതി നഷ്ടപ്പെട്ടു പോകുന്നിടത്ത് നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ നിലപാട് സ്വീകരിക്കുന്ന ജിഹാദാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടമാണ്. അവിടെ ഈ രാഷ്ട്രീയ രംഗത്ത് അത് ഇല്ലാതെയായി പോകുമ്പോൾ നമ്മൾ എല്ലാം അതങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മിലേക്ക് ചുരുങ്ങുമ്പോഴോ എന്താ സംഭവിക്കുക? വലിയൊരു അപകടം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ അപകടം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ സമൂഹത്തിന് നീതി കിട്ടാതെ പോകും. കാരണം നീതിക്ക് വേണ്ടി ശബ്ദിക്കേണ്ടവർ പോലും നിശബ്ദരാകുന്ന ഒരു ചുറ്റുപാടുണ്ടാവുകയാണ്. അതുണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിയുടെ നിർവഹണത്തിന് വേണ്ടി നമ്മുടെ ബാധ്യതയെ ഉണർത്തിക്കൊണ്ട് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്. അല്ലാഹുവിന്റെ നേർസാക്ഷ്യങ്ങളായിക്കൊണ്ട്, അല്ലാഹു പൂർണ്ണമായി നീതി നിർവഹിക്കുന്നവനാണ്, ആ നേർസാക്ഷ്യം നമ്മളിൽ ഉണ്ടാകണം. എന്നിട്ട് നീതിയുടെ നിർവഹണത്തിന് വേണ്ടി നമ്മൾ നിലപാട് സ്വീകരിക്കണം മുഅ്മിനുകളെ എന്ന് അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീതി പുലരുക എന്നുള്ളത് അനിവാര്യമാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ ഈ സാഹചര്യത്തിൽ, തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ നീതിയുടെ നിർവഹണം നടപ്പാക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു ഭരണ ചുറ്റുപാട് ഇവിടെ വരണം എന്നതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, വോട്ട് ചെയ്യുകയും വേണം. പ്രവർത്തിക്കണം, വോട്ട് ചെയ്യുകയും വേണം. വോട്ട് ആർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ മാത്രം സമ്മതിദാന അവകാശമാണ്. പക്ഷേ ആർക്ക് ചെയ്യണം എന്ന് പറയുന്നിടത്ത് ഈ ഒരു കാര്യം ഓർക്കണം, ആർക്ക് ചെയ്യണം എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ തിരിച്ചറിവിന്റെ ഭാഗമായിക്കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന നീതിയുടെ നിർവഹണത്തിന് ആരാണോ ഏറ്റവും കൂടുതൽ പ്രബലമായ രീതിയിൽ മുന്നിൽ നിൽക്കുക, അവരെ നമ്മൾ ആര് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സമ്മതിദാന അവകാശം വിനിയോഗിക്കണം. മാത്രമല്ല, വിനിയോഗിച്ചാൽ മാത്രമല്ല, അത് വിനിയോഗിക്കുന്നിടത്ത് നമ്മളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. ആ പ്രവർത്തനങ്ങൾ ദീനിന്റെ ഒരു തേട്ടമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ചുറ്റുപാടും സാഹചര്യവും നമ്മൾ അത് വിളിച്ചറിയിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് വെച്ചുകൊണ്ട് ആലോചിക്കുക എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു രാജ്യം, ആ രാജ്യത്തിന്റെ ഭരണകൂടം, ആ ഭരണകൂടം ജനങ്ങൾക്ക് അവരുടെ ഭരണാധികാരി ആരായിരിക്കണം, ഏതൊരു തരത്തിലുള്ള ഭരണകൂടം ഇവിടെ വരേണ്ടതുണ്ട്, ഭരണാധികാരി ആരായിരിക്കണം, അത് തീരുമാനിക്കാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തിനുണ്ട്, നമ്മുടെ സംസ്ഥാനത്തിനുണ്ട്, നമ്മുടെ ഭരണഘടന നമുക്ക് വകവെച്ച് തന്നിട്ടുള്ള ഒന്നാകുന്നു. പക്ഷേ അവിടെ ഒരു സങ്കടകരമായ സംഗതിയുണ്ട്. ഈ അവകാശത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ, അല്ല ഹനിക്കുന്ന രീതിയിൽ ഉള്ള ഒരുപാട് നിയമങ്ങൾ ചുട്ടെടുക്കും.
ചുട്ടെടുക്കപ്പെടുന്നു. ഉണ്ടല്ലോ, ഒരു സത്യമസന്ധമായ സംഗതിയാണത്. തെരഞ്ഞെടുപ്പ് എന്നുള്ള ആശയം തന്നെ വേണ്ട എന്നിടത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. നിലവിലിരുന്ന സാഹചര്യങ്ങളിലെ വാർത്തകൾ വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണല്ലോ. തെരഞ്ഞെടുപ്പ് തന്നെ വേണ്ട, ഒരു ഏകാധിപതിയിലേക്ക് ഭരണം ചുരുങ്ങിപ്പോകണം എന്നുള്ളിടത്തേക്ക് കാര്യങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുക. അതിനു വേണ്ടിയിട്ടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു ആശയം ഇവിടെ കൊണ്ടുവന്നു വെച്ചു കഴിഞ്ഞു. എന്നിട്ട് അതിനു വേണ്ടിക്കൊണ്ട് പാർലമെന്റിൽ നിയമം ചുട്ടെടുക്കാനുള്ള എല്ലാ തത്രപ്പാടുകളും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ അത് പോരാ എന്ന് പറയാൻ ഇപ്പോഴുണ്ടാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് അവരുടെ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. ഈ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടുകൂടാ. ആ വിഷയത്തിൽ നമുക്ക് ബാധ്യതല്ലേ? സമരം ചെയ്യേണ്ടേ, അല്ലെങ്കിൽ ശബ്ദിക്കേണ്ടേ? ആ ശബ്ദം നമ്മുടെ വോട്ടുകളായിക്കൊണ്ട് രേഖപ്പെടുത്തപ്പെടേണ്ടതില്ലേ? നമ്മൾ അവിടെ രാഷ്ട്രീയവാദികളോ നിഷ്ക്രിയരോ ആകാൻ പാടില്ല എന്നുള്ളത് മതത്തിന്റെ തന്നെ പാഠമാണ്. കാരണം സമൂഹത്തിൽ നീതി നഷ്ടപ്പെടുക എന്നുള്ളത് ഉണ്ടായിക്കൂടാ, അവകാശങ്ങൾ ഹനിക്കപ്പെട്ടുകൂടാ. അവകാശ നിഷേധം ഉണ്ടാകുന്നിടത്ത് ശബ്ദിക്കേണ്ടവർ ശബ്ദിക്കാതെ പോയി കഴിഞ്ഞാൽ അവിടെ അള്ളാഹുവിന്റെ മുൻപാകെ ഉത്തരം പറയേണ്ടി വരും. ഇതുറപ്പാണ് കാര്യമാര്. അപ്പൊ ഇതിനൊക്കെ നമ്മളിങ്ങനെ ഒരു തരം പിന്നെ അതൊക്കെ നമുക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തേണ്ട ഒന്നല്ല എന്നുള്ള ഒരു ആശയം അത് നമ്മുടെ മനസ്സുകളിലേക്ക് ഉണ്ടാകണം എന്നുള്ള നിലക്കാണ്. ഇനി നിങ്ങൾ നോക്കൂ, ചില ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് തന്നെ വേണ്ട എന്ന് പറയുമ്പോഴേ ഈ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾ ചിലതിലേക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മുന്നിൽ വന്നിട്ട് ചെറിയൊരു ഓഫർ എന്താണെന്നറിയോ, വലിയൊരു ഓഫർ എന്താണെന്നറിയോ? നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പില്ലാതെ ഐക്യകണ്ഠേന നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുകയാണ് എങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളും അതല്ലെങ്കിൽ ഓഫറുകളും വാരിക്കോരി കൊടുക്കുക. എന്നിട്ട് ഐക്യകണ്ഠേന തെരഞ്ഞെടുപ്പ് ഉണ്ടാകാതെ ഐക്യം ഒരാളെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ചോയ്സിനുള്ള അവകാശം അതുപോലും നിഷേധിക്കാനുള്ള വളരെയേറെ തന്ത്രപൂർണമായ ചില ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത്തരം ഇടപെടലുകളിൽ ഇതാ ഈ അവകാശം നിഷേധിക്കപ്പെട്ടുകൂടാ, ഞങ്ങൾക്കത് സ്ഥാപിച്ചു കിട്ടണം, നിലനിന്ന് കിട്ടണം എന്ന് പറയേണ്ടവർ മിണ്ടാതിരുന്നുകൂടാ. അതുകൊണ്ട് തന്നെയും ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് അത്തരം കാര്യങ്ങളിൽ നമ്മുടെ ശബ്ദം രേഖപ്പെടുത്താനുള്ള അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. നമ്മൾ അതിൽ നിഷ്ക്രിയരായിക്കൂടാ. ഇനി ഇതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാരണം കൂടി പറയാം. രാഷ്ട്രീയവാദം വല്ലാതെ ഇങ്ങനെ പിന്നെ ഒരു വലുതായിക്കൊണ്ടിരിക്കുകയാണ്, ആളുകൾക്കിടയിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ പറയുന്നത് ആര് വന്നാലും കണക്കാണ്. ഇങ്ങനെ ചിന്ത വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒന്നാണത്. ആര് വന്നിട്ടും കാര്യമില്ല, നമുക്ക് നമ്മളെ കാര്യം നോക്കി പോവുക. അത് ഉണ്ടാകാം. നമുക്ക് നമ്മളെ സ്വന്തം കാര്യം അള്ളാഹു ഏൽപ്പിച്ചതല്ലല്ലോ, അങ്ങനെയല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. നമ്മളൊരു സമൂഹമാണ്, ഒരു സമുദായമാണ്. ആ സമുദായം എന്നുള്ള നിലക്ക് നന്മക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കാനും മുന്നിൽ നിൽക്കാനും ബാധ്യത ഉണ്ടല്ലോ. ആ ബാധ്യത നമ്മൾ തിരിച്ചറിയണം. എന്നതോടൊപ്പം തന്നെ ആ രാഷ്ട്രീയവാദത്തെ നമ്മൾ നിരാകരിക്കണം. രാഷ്ട്രീയ ബോധം വേണം, രാഷ്ട്രാവബോധം വേണം. അതിനെക്കുറിച്ച് നമ്മൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ടാകണം. അതുകൊണ്ട് ഇങ്ങനെ ഷണ്ഡീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഈ ഒരു 3 പോയിന്റിൽ നിന്നുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ, തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യാനുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ മുൻകാല മുസ്ലിം നേതാക്കന്മാരെ കുറിച്ച് ആലോചിച്ച് നോക്കൂ, അതല്ല നവോത്ഥാന നേതാക്കന്മാരെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. നമുക്കറിയാം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം എത്രമേൽ ഈ രംഗത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പങ്ക് നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ മൗലാന അബുൽ കലാം ആസാദ് റഹ്മത്തുള്ളാഹി അലൈഹി, പരിശുദ്ധ ഖുർആനിന്റെ പ്രബോധകൻ, പരിശുദ്ധ ഖുർആനിന് തർജുമ എഴുതിയ ആൾ, തർജുമാനുൽ ഖുർആൻ എന്നുള്ള ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹം അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്ത് അല്ല ഭരണരംഗത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പങ്ക് ഏതർത്ഥത്തിലൊക്കെ നിർണയിച്ചിട്ടുണ്ട്, നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം സാക്ഷിയാണ്. പക്ഷേ പിന്നീട് ഇത്തരം നവോത്ഥാന നായകന്മാരിൽ നിന്ന് കാലം അത് മതത്തിൻ്റെത് എന്നുള്ള നിലക്ക് വേറെ ഒരു കമ്പാർട്ട്മെന്റും രാഷ്ട്രീയത്തിൻ്റെത് എന്നുള്ളത് വേറൊരു കമ്പാർട്ട്മെന്റുമായി വേർതിരിഞ്ഞത് എത്രമേൽ അപകടകരമായ ഒരു പ്രതിസന്ധിയാണ് ഉമ്മത്ത് മുസ്ലിമയിൽ തന്നെയും വരുത്തിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരം നേതാക്കന്മാർ നമ്മൾ ആലോചിക്കണം. മൊയ്ദ് മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി, വക്കം അബ്ദുൽ ഖാദർ വക്കം മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി, കെ എം മൗലവിയെ
പോലെയുള്ള നവോത്ഥാന നായകന്മാർ അവർ ഒരു കാലഘട്ടത്തിൽ അവർ ജീവിച്ച കാലഘട്ടത്തിൽ ഇസ്ലാമിക ഉമ്മത്ത് എന്നുള്ള നിലക്ക് പ്രബോധന പ്രവർത്തന മേഖലകളിൽ നവോത്ഥാനത്തിന്റെ മുന്നിൽ നിന്നവരും അതോടൊപ്പം രാഷ്ട്രീയ രംഗത്ത് ഭരണരംഗത്തൊക്കെയും അവരുടേതായ പങ്ക് നിർവഹിക്കാൻ പ്രവർത്തിച്ചവരുമായ വലിയ വലിയ മഹത് വ്യക്തിത്വങ്ങളാകുന്നു. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ എന്തൊക്കെയോ വലിയ അപജയങ്ങൾ ഈ രംഗത്ത് സംഭവിച്ചു പോയിട്ടുണ്ട്. തിരിച്ചു പിടിക്കണം. നവോത്ഥാന നായകന്മാരുണ്ടാകണം, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടാകണം. അതോടൊപ്പം തന്നെ ഭരണരംഗത്ത് ഇസ്ലാമിന് ഭരണം വേണ്ട, ശരിയാണ്, ഭരണമില്ല, ഭരണം എന്നുള്ള ലക്ഷ്യമായിക്കൊണ്ട് പ്രവർത്തിക്കൊന്നും വേണ്ട. പക്ഷെ അതൊരു ലക്ഷ്യമായി പ്രവർത്തിക്കേണ്ടതില്ല എങ്കിൽ പോലും നീതിയുടെ നിർവഹണം ഉണ്ടാവണമല്ലോ ഇവിടെ. അതിനുവേണ്ടി ഭരണാധികാരികൾ വേണമല്ലോ ഇവിടെ. അപ്പോൾ ഈ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് നമുക്കത് അനിവാര്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കാർക്കും നഷ്ടപ്പെട്ടു പോയി കൂടാ എന്നുള്ളത് കൊണ്ട് ഈ വിഷയത്തിന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ള ഒരു ആശയമാണ് ഈ വിഷയം പറയുമ്പോൾ മുന്നിലേക്ക്, ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മുന്നിലേക്ക് ഉണ്ടാകേണ്ടത്. നിങ്ങൾ നോക്കൂ, നമ്മൾ ആർക്ക് വേണ്ടി പ്രവർത്തിക്കണം? ഇപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടി പ്രവർത്തിക്കണം? അതും ആലോചിക്കേണ്ട സംഗതിയാണല്ലോ. ആർക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്ന് പറയാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ വാക്കിന്റെ അധ്യാപന അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ കുറെ സുന്ദര മോഹന വാഗ്ദാനങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ട് ഒരുപാട് പ്രചരണങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് അതിൽ വീണു പോകേണ്ടവരാണോ? അല്ല. പിന്നെന്തുണ്ടാവണം? നമുക്കൊരു തിരിച്ചറിവ് വേണം. പരിശുദ്ധ ഖുർആൻ ആ തിരിച്ചറിവ് നൽകുന്ന തരത്തിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്ന ആയത്തുകൾ, അതാണ് ഓതി കേൾപ്പിച്ച സൂറത്തുൽ ബഖറയിലെ 204 മുതൽ 206 വരെയുള്ള ആയത്തുകൾ. ആ ആയത്തിന്റെ സാഹചര്യം തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ആയത്ത് നമ്മളൊന്ന് വായിച്ചു നോക്കൂ. വമിനന്നാസി, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ കുറെ ആളുകളുണ്ട്. മൻ യുഅജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിലെ ദുനിയാവിന്റെ ഒരു കാര്യമാണ്, ഭരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ അവര് സംസാരിക്കുന്ന സംസാരങ്ങളൊക്കെ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി പോകും. എന്ന് മാത്രമല്ല, അവർ പറയുന്ന ആളുകളോ അവരുടെ കൽബിൽ പലതും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. എന്നിട്ട് അള്ളാഹുവിനെ സാക്ഷ്യം നടത്തിക്കൊണ്ടായിരിക്കും അവർ നന്മ ചെയ്യും, അവരത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ വലിയ കുതർക്കമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഈ പറഞ്ഞ ആയത്തിൽ പറഞ്ഞ ഗണത്തിൽപ്പെട്ട ആളുകൾ അത് ആര് എന്ന് നമ്മൾക്ക് വേർതിരിച്ചറിയാൻ സാധിക്കണം. അതിന് നമ്മൾക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം, നമ്മുടെ വായനകൾ ഉപയോഗിക്കണം, അതേപോലെ തന്നെ അനുഭവങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം. മാത്രമല്ല തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറഞ്ഞു വഇദാ തവല്ല എന്നുള്ളതിന് ഹജ്ജുമായി ബന്ധപ്പെട്ടാണ് ആ ആയത്ത് എന്നുള്ള നിലക്ക് ഹജ്ജ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നവർ എന്നുള്ള അർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ തവല്ല എന്നുള്ളതിന് അധികാരം കിട്ടിയാൽ അല്ലെങ്കിൽ ചുമതലകൾ ഏറ്റെടുത്താൽ, ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ എന്നുള്ള അർത്ഥത്തിലും ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ അർത്ഥത്തിൽ നിന്നുകൊണ്ട് ആലോചിച്ച് നോക്കൂ. വൈദാ തവല്ല, അധികാരം കിട്ടിയാൽ, ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ, അതല്ലെങ്കിൽ ചുമതല ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ വൈദാ തവല്ല സഅ ഫിൽ അർദി, ആദ്യം പറഞ്ഞതൊക്കെ മറന്നു പോകും. കുറെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടാകും, അതിങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് വല്ലാതെ എത്തിച്ചിട്ടുണ്ടാകും. പക്ഷേ അതൊക്കെയും അവർ വിസ്മരിക്കുകയും എന്നിട്ട് ഭൂമിയിൽ അവരുടെ അധ്വാനങ്ങൾ ഉണ്ടാകാൻ ലിയുഫ്സിദ ഫീഹ, ഒരുപാട് ഫസാദ് ഉണ്ടാകും. ഇവിടെ ജയിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് പലതും പറയും. ജയിച്ചു കഴിഞ്ഞാലോ പറഞ്ഞതൊക്കെയും മറന്നു പോവുകയും ചെയ്യും. അങ്ങനെയുള്ളവർ ആര്? ചെയ്യുന്നവർ ആര്? പ്രവർത്തിക്കുന്നവർ ആര്? അനുഭവങ്ങൾ സാക്ഷിയാകുമല്ലോ പലർക്കും. ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ നിലപാട് സ്വീകരിക്കണം. അത് തന്നെയാണ് ഉണ്ടാവേണ്ടത്. അതാണ് ഈ ആയത്തിൽ നിന്ന് കിട്ടുക. കാരണം ഫസാദ് ഉണ്ടാക്കുക എന്നുള്ളത് അള്ളാഹു പ്രോത്സാഹിപ്പിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടിക്കൊണ്ട് അവർ അധികാരം കിട്ടിയാൽ വിനിയോഗിക്കുന്നവരെ കുറിച്ച്, അങ്ങനെ വിനിയോഗിക്കുന്നവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് വയുഹ്ലികൽ ഹർസ വന്നസ്ല വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നത്. ഇനി മാത്രമല്ല, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ നിയമങ്ങളെ സൂക്ഷിക്കണം എന്നുള്ള നിലക്കുള്ള അധ്യാപനങ്ങൾ ഇവരിലേക്ക് എത്തുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉൾക്കൊള്ളലിലേക്ക്, ഒരു പടച്ചവനെ പേടി, അതല്ലെങ്കിൽ അള്ളാഹു എന്നുള്ള ഒരു ചിന്ത അത് ഉള്ളവരിലേക്ക് അത്തരം ആശയം ഇട്ടുകൊടുക്കുമ്പോഴോ അപ്പോഴേക്കും അവരെന്തായിട്ട് മാറാണെന്നറിയോ? ഒക്കെ എന്റേത് എന്നുള്ള നിലക്ക്, ഞാൻ നേടിയത് എന്നുള്ള നിലക്ക് ഗർവിന്റെ സ്വരത്തിലേക്ക് സംസാരിക്കുന്ന ആളുകൾ അവരാരൊക്കെയാണ്? അതല്ല ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ടോ? ജനങ്ങളിലേക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടോ? അവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് നിൽക്കുന്നുണ്ടോ? അവരാര് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, അവരോടൊപ്പം നിലപാട് സ്വീകരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞാൽ നന്മയുടെ പക്ഷം ഏത് എന്ന് നമുക്ക് നിർണയിക്കാൻ സാധിക്കും. ആ നന്മയുടെ പക്ഷം ചേരുക എന്നുള്ളതായിരിക്കണം ഉണ്ടാകേണ്ടത്.
അതാണ് ഒരു പൊതുവായ പാഠം. ഇനി നന്മ തിന്മകൾ അവരവർക്ക് അളവുകോലുകൾ ഉണ്ടാകും, അനുഭവങ്ങൾ ഉണ്ടാകും. ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവരവർക്ക് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാം. പക്ഷെ ഒന്നുണ്ടാകണം, നീതി എന്നുള്ള നമ്മുടെ മുൻപിൽ ഉണ്ടാകണം. അവകാശ നിഷേധം എന്നുള്ളത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അതിനെതിരായിരിക്കും ശബ്ദിക്കേണ്ടത്. ഇവിടെ ജനങ്ങൾക്കിടയിൽ ഛിദ്രതയും വർഗീയതയും പരത്തുന്നവർ ആര് എന്നുള്ളത് നമ്മൾ നോക്കണം. അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ഒരിക്കലും കൂട്ടുനിൽക്കരുത്. മറിച്ച് നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന, നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളോടൊപ്പം നിൽക്കാനും അവർക്ക് വേണ്ടി കൂടെ നിൽക്കാനും അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് ഈ നന്മയാകുന്ന പക്ഷം ചേർന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനുമുള്ള ബാധ്യത അത് നമ്മൾ നിർവഹിക്കുമ്പോൾ അത് നന്മയ്ക്ക് വേണ്ടിയുള്ള അധ്വാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കുകയും ചെയ്യും. അങ്ങനെ റബ്ബിന്റെ ഇഷ്ടം പൊരുത്തം നേടിക്കൊണ്ട് ഈ വിഷയത്തിലൊക്കെയും മുന്നോട്ട് പോകുവാനും നിലപാട് സ്വീകരിക്കാനും നമുക്കുള്ള ബാധ്യതയെ മുന്നിൽ വെക്കുക അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ ഖുത്ബ ഇന്നിങ്ങനെ അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മറുത്തൊന്നുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യബോധത്തോടുകൂടി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി കാര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നാഥൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബതു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ അധികാരം എന്നുള്ളത് ചിലപ്പോഴെങ്കിലും ഒരു ലഹരിയാവും. അധികാരം ചോദിച്ചു വാങ്ങുന്നവരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്നിട്ട് ഒരിക്കൽ ചോദിച്ചു, അലാ തസ്തഅമിലുനി, എന്നെ അമീലാക്കുന്നില്ലേ, എന്നെ ഗവർണർ ആക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ തട്ടി. എന്നിട്ട് പറഞ്ഞു, അബൂദർ, താങ്കൾ ഒരു ദുർബലനാണ്, താങ്കൾക്കിത് കഴിയില്ല. ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ അമാനത്ത് നിർവഹിക്കാൻ വ ഇന്നഹ അമാനത്തുൻ, അതൊരു അമാനത്താണ്. വ ഇന്നക ദഈഫുൻ, താങ്കൾ ദുർബലനുമാണ്. വ ഇന്നഹ യൗമൽ ഖിയാമത്തി ഖിസ്യുൻ വ നദാമത്തുൻ, യൗമുൽ ഖിയാമയിൽ ഇതൊരു ഖേദത്തിന് ഇടവരുത്താൻ കാര്യമാകും. അതുകൊണ്ട് നിങ്ങൾക്കിത് വേണ്ട. അപ്പൊ അതുകൊണ്ട് ഇത് ഏൽപ്പിക്കപ്പെടുന്നവർ അത് ചുമതല നിർവഹിക്കാൻ പ്രാപ്തിയുള്ളവരാണോ? അവരിങ്ങനെ ഇത് ചോദിച്ചു വാങ്ങുന്നത് എന്തിനു വേണ്ടി? ചോദിച്ചു വാങ്ങി എന്നുള്ളത് ഈ ജനാധിപത്യത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ള അധികാരം ചോദിക്കുക തന്നെയാണല്ലോ. നിങ്ങൾ എന്നെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നാൽ ഞാനത് ചെയ്യുമെന്ന് പറയും. പക്ഷെ അത് ചോദിക്കുമ്പോൾ പ്രാപ്തിയുണ്ടോ, കഴിവുണ്ടോ, അയാൾക്കത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് അയാളുടെ ആ ചോദിക്കുന്ന ആളുകളുടെ അനുഭവം വെച്ചുകൊണ്ട് പരിചയം വെച്ചുകൊണ്ടും ഒക്കെ തന്നെ നമുക്ക് വിലയിരുത്താമല്ലോ. ആ ഒരു വിലയിരുത്തലുകൾ ഇത്തരം ഘട്ടങ്ങളിൽ അനിവാര്യമാണ്. അതോടൊപ്പം ഇവർ ചെയ്യുന്നത് ഒരു പ്രാദേശിക നന്മ എന്നുള്ളത് മാത്രമായിക്കൂടാ. പ്രാദേശികമായിക്കൊണ്ടൊരു നന്മ അനിവാര്യമാണ്. പക്ഷേ ഒരു പ്രദേശത്തിന്റെ വട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയ അവിടെ മുന്നിൽ കാണേണ്ടതുണ്ട്. അവിടെ വർഗീയത കടന്നു വരുമ്പോൾ അതിനെതിരെ തോൽപ്പിക്കാനുള്ള നിലപാട് വേണമല്ലോ. ഇങ്ങനെ കുറെ ആശയങ്ങളും പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട്. മനുഷ്യന്റെ അവകാശം നിഷേധിക്കപ്പെടുന്നുണ്ട്. ഇതിനെതിരെയൊക്കെയുള്ള ഒരു ശബ്ദം അത് എവിടേക്കാണ് കൊടുക്കേണ്ടത്? ആ വോട്ട് എവിടേക്കാണ് കൊടുക്കേണ്ടത്? ആ നിലക്ക് കാര്യങ്ങൾ ചിന്തിക്കാനും വ്യവച്ഛേദിക്കാനും ഉള്ള വേർതിരിവിനുള്ള സാമാന്യ വിജ്ഞാനം അത് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് കാര്യപ്രാപ്തി താങ്കൾക്കില്ല എന്ന് പറയുകയും ഈ വിഷയത്തിൽ യൗമുൽ ഖിയാമയിൽ താങ്കൾക്കൊരു നദാമത്തായ ഖേദത്തിന് ഇടവരും എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാനായ സ്വഹാബിയെ ഇതിൽ നിന്നൊക്കെ പിന്മാറ്റിയിട്ടുള്ളത്. ആ പിന്മാറ്റിയത് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെയും പിന്മാറണം എന്ന് പറയാനല്ല, മറിച്ച് കഴിവുള്ളവർ രംഗത്ത് വരണം എന്നുള്ള ഒരു ദൗത്യമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്നുള്ളത് കൂടി നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾക്ക് ഒരിക്കലും നമ്മളുടെ അധികാരികളായിക്കൊണ്ട് ഭരണത്തിലേക്ക് വരേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതും നമ്മൾ തെരഞ്ഞെടുക്കേണ്ടതിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ ഹദീസ് കൂടി ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാനായ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ കിടക്കുന്ന ഒരു ഹദീസാണ്, രേഖപ്പെട്ട് കിടക്കുന്ന ഒരു ഹദീസാണ്. ആ ഹദീസിൽ കാണാം, ഖിയാർ
ഖിയാറു അഇമ്മതികുമുല്ലദീന തുഹിബ്ബൂനഹും വയുഹിബ്ബൂനകും. നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടപ്പെടാൻ കഴിയുമോ, അയാൾ നിങ്ങളുടെ നേതാവായി വരുമോ, അയാൾ നിങ്ങളെ ഇഷ്ടപ്പെടുമോ, അങ്ങനെയുള്ള ഒരു നേതാവിനെ നിങ്ങൾ ഇമാറത്തിലേക്ക് ഭരണത്തിലേക്ക് കൊണ്ടുവരികയാണ് എങ്കിൽ അയാൾ ഖൈറായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അയാൾ ഇഷ്ടപ്പെടാൻ കഴിയണം, അയാൾ നമ്മൾക്ക് വേണ്ടി ചെയ്യും, നമ്മളെ ഇഷ്ടപ്പെടും എന്നുള്ള നിലക്ക് ഒരാളുണ്ടോ, അങ്ങനെ ഒരാളെ നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ അയാൾ ഖൈറായ ഒരാളാണ്, മുഅ്മിനീങ്ങൾക്ക് സത്യവിശ്വാസികൾക്ക് ഒരു നന്മയാകുന്ന ഒരാളായിരിക്കും അത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല ഒന്നുകൂടി പറയുകയുണ്ടായി, വയുഹിബ്ബൂനഹും വയുഹിബ്ബൂനകും വയുസല്ലൂന അലൈക്കും വതുസല്ലൂന അലൈഹിം. നിങ്ങൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ മനസ്സ് തോന്നും, കാരണം അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ കാണുന്നുണ്ടോ? ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ ഇങ്ങനെയുള്ള മതചിന്തകളില്ലാത്ത ആൾക്കാരുണ്ടാകും. അവിടെ പൊതുവിൽ നമ്മൾ നന്മയുള്ള ആളുകളാണോ എന്നുള്ള നോക്കുക. മൂല്യം എന്ന് പറയുന്നത് അയാളുടെ സ്വഭാവത്തിന്റെ മഹിമ മാത്രമല്ല, അയാൾക്ക് എത്രമേൽ ജനക്ഷേമ തൽപരതയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയും, രാജ്യത്തിന്റെ നിർമ്മാണ പ്രക്രിയയിൽ ഇടപെടാൻ കഴിയും, അങ്ങനെയുള്ള കഴിവുകളൊക്കെയും നന്മകളാണ്. ആ നന്മകളിൽ നിന്നുകൊണ്ട് നമുക്ക് നിലപാട് സ്വീകരിക്കാൻ സാധിക്കണം. കാരണം ഷിറാർ എന്ന് പറയുന്ന മറ്റൊരു കൂട്ടരെ കൂടി പറയുന്നുണ്ട്. ഷർറായ ആളുകൾ നിങ്ങളുടെ അഇമ്മത്തുകളിൽ, നിങ്ങളുടെ നേതാക്കന്മാരിൽ, നിങ്ങളുടെ ഭരണാധികാരികളിൽ ഷർറായ ആളുകൾ ആരാണെന്നോ തുബ്ഗിദൂനഹും, അവർ നിങ്ങൾക്കിടയിൽ വെറുപ്പ് ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കും, നിങ്ങൾക്കിടയിൽ പരസ്പര ശത്രുത ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവർ ഷിറാറുകളായ നേതാക്കന്മാരാണ്, നിങ്ങൾ അവരെ തെരഞ്ഞെടുക്കരുത് കേട്ടോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വയുബ്ഗിദൂനകും, നിങ്ങൾക്ക് അവരോടും പകണ്ടാകും, നിങ്ങൾക്ക് അവർക്കും പകയായിരിക്കും, വിദ്വേഷമായിരിക്കും ഉണ്ടാവുക. വിദ്വേഷവും പകയും വെറുപ്പും പകർത്തുന്നവർ, അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ തെരഞ്ഞെടുക്കരുത്, അല്ലെങ്കിൽ അവരെ നിങ്ങൾ അഇമ്മത്തുകളാക്കരുത് എന്ന്. മാത്രമല്ല അവർ നിങ്ങളെ ശപിച്ചുകൊണ്ടിരിക്കും, നിങ്ങളിവിടെ വേണ്ടാത്തവരാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും, അവിടെ അരികു പറ്റിക്കൊണ്ടിരിക്കും, അവരിൽ നിന്ന് ഗുണം പറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആളുകളെയും അല്ല നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ദീനിന്റെ ഒരു അധ്യാപനം എന്നുള്ള നിലക്ക് നമ്മൾക്കൊരു പൊതുവായ കാര്യം പറഞ്ഞതാണ്. അതല്ലാത്ത നിലക്ക് ഇന്ന ഒരു കക്ഷിക്ക് വോട്ട് ചെയ്യണം എന്ന് ഈ സംസാരത്തിൽ എവിടെയും വന്നിട്ടില്ല. എനിക്ക് കക്ഷി രാഷ്ട്രീയം ഉണ്ടായിരിക്കും, പക്ഷേ ഖതീബ് എന്നുള്ള നിലക്ക് അങ്ങനെ ഒന്ന് പ്രകടിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഉത്തമ ബോധ്യം സ്വാഭാവികമായിട്ടും ഉണ്ട്. ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ദീന്റെ പക്ഷം വെച്ചുകൊണ്ട് ഈ വിഷയത്തിന്റെ മർമ്മത്തിൽ മെറിറ്റിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ നേരാവണ്ണം മനസ്സിലാക്കുവാനും നന്മയുടെ പക്ഷം ചേരാനും നന്മയുടെ പക്ഷത്തിനോട് പ്രവർത്തിക്കാനും നമ്മൾ വോട്ട് ചെയ്യേണ്ടവർ മാത്രമല്ല, വോട്ട് ചെയ്യിപ്പിക്കേണ്ടവരും അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടവരുമാണ്. നമ്മൾക്കിടയിൽ അരാഷ്ട്രീയവാദം ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മളുടെ ഉമ്മത്തിന് എന്നുള്ള നിലക്ക് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം വളരെ വലുതാണ്. അതൊക്കെയും മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയത്തിൽ നമ്മളുടെ ഉത്ബുദ്ധത ഉണർന്ന് പ്രവർത്തിക്കണം. അള്ളാഹുവേ, നീ ഞങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും ഉണ്ടാക്കുകയും നന്മയുടെ ഓരം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള, അങ്ങനെ മുന്നോട്ട് പോകുവാനുള്ള ഈമാനികമായ അവസ്ഥയും, അങ്ങനെ നന്മയുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള കരുത്തും, ഈ തിന്മകൾക്കെതിരെ ശബ്ദിക്കാനുള്ള എല്ലാ തരത്തിലുള്ള നല്ല ചിന്തകളും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യഖാഫുക ഫീനാ വലാ യർഹമുനാ എന്നൊരു പ്രാർത്ഥന ഉണ്ട്. അത് നമുക്ക് ഇത്തരം ഘട്ടങ്ങൾ അനിവാര്യമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഭരണാധികാരികളായിട്ട് വരേണ്ടത് ഞങ്ങളെ അടിച്ചമർത്തുന്ന ഒരാളാകരുത്. അതേപോലെ തന്നെ നിന്നെ ഞങ്ങളുടെ കാര്യത്തിൽ അവർ ഞങ്ങൾക്കെതിരെ പീഡനമുണ്ടാക്കുമ്പോൾ, ദ്രോഹമുണ്ടാക്കുമ്പോൾ, ഞങ്ങൾക്ക് നന്മയില്ലാത്ത ഒരു പ്രവർത്തനങ്ങളുമായി കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത്തരം ആളുകൾ അള്ളാഹുവിനെ ഞങ്ങളെ ദ്രോഹിക്കുമ്പോൾ അള്ളാനെ പേടിക്കാത്തവരായ ആളുകളെ ഞങ്ങളുടെ ഭരണാധികാരികളാക്കരുതേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യഖാഫുക ഫീനാ വലാ യർഹമുനാ എന്നാണ് ആ പ്രാർത്ഥനയിൽ ഉള്ളത്. അത് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങൾക്കിടയിൽ നന്മയുണ്ടാക്കണമേ, നന്മയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാനുള്ള ആർജവം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ
ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവേ, എല്ലാ അർത്ഥത്തിലും സമാധാനപൂർണമായ ഒരു ചുറ്റുപാടും അന്തരീക്ഷവും ഒരു കുഴപ്പവുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള തൗഫീഖും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നൽകി അനുഗ്രഹിക്കണമേ. അവരുടെയൊക്കെ മനസ്സുകളിൽ നന്മ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ, നിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം മോഹിക്കുന്ന രീതിയിൽ മർദാത്തുല്ലാ എന്ന് പറയുന്ന റബ്ബിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ള നിലക്ക് കാര്യങ്ങളെ നോക്കിക്കാണാനുള്ള തൗഫീഖ് നാഥ നീ ആ അർത്ഥത്തിലുള്ള നന്മകൾ അവർക്കെല്ലാം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ പല അർത്ഥത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കൾ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഇങ്ങനെ കടബാധകളുടെ ബുദ്ധിമുട്ടുന്നവർ, അതേപോലെ തന്നെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നാഥ എല്ലാവർക്കും നീ നിന്റെ അടുക്കൽ നിന്ന് ഖൈറ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വഫാത്തായി പോയവരായ മുൻഗാമികൾക്ക്, ഞങ്ങളുടെ മാതാപിതാക്കളടക്കം ബന്ധുമിത്രാദികളടക്കം അവരുടെ ഖബർ ജീവിതം നീ വിശാലമാക്കി കൊടുക്കുകയും അവരുടെ ബർസഖിനെ നീ നന്മയിലാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായ എല്ലാ ആളുകൾക്കും പൂർണ്ണമായ രോഗശമനം നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾ പല അർത്ഥത്തിലുള്ള പരീക്ഷകൾ അഭിമുഖീകരിച്ചുകൊണ്ട് റിസൾട്ട് കാത്തിരിക്കുന്നവരാണ്. നാഥ, നീ നന്മ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. പല കുട്ടികളും പരീക്ഷയെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് നീ എളുപ്പം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ജീവിതത്തിൽ സ്വൈര്യവും സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബന ഗഫിർ ലനാ ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. والحمد لله رب العالمين وسلام على المرسلين.